പണ്ട് വളരെ പണ്ട് അങ്ങ് ഫ്രാൻസിലെ പാപ്പിച്ചായ ഡെനീസ് പാപ്പി നമ്മൾ മലയാളീസ് സ്നേഹത്തോടെ പാപ്പിച്ചായ എന്ന് വിളിക്കണതല്ലേ അതിൻ്റെ ഒരു രസം. അദ്ദേഹം കണ്ടുപിടിച്ച ജെലാറ്റിൻ കൊണ്ടുള്ള നല്ല ബ്ലും ബ്ലും ആയിട്ടുള്ള ജെല്ലി മിഠായി ഉണ്ടാക്കിയെടുക്കല്ലേ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചേർത്ത് നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് പരുക്കനായിട്ടുള്ള ഇവനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഫോറിൻ ആയതുകൊണ്ടാകാം അലിഞ്ഞു ചേരാൻ ഒരു ഇത്തിരി ഗമ കാണിക്കുന്നുണ്ടല്ലേ. ഇനി ഷുഗർ ഫ്രീ ആയി വന്ന ഈ പാവത്തിനെ ഒരു പഞ്ചാരക്കുട്ടനാക്കി തിരിച്ചയക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചാര ചേർത്ത് കൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ച് നന്നായി തിള വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെയും അങ്ങ് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. തിളച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് ഒന്ന് കയ്യിൽ വെച്ച് ഒട്ടിച്ച് നോക്കുക. ഒറ്റ നൂൽ പാകം, ഇരട്ട നൂൽ പാകം, 3 നൂൽ പാകം ഒന്നല്ല കേട്ടോ. ഈ സംഭവം കുറച്ചുകൂടി അങ്ങ് കുറുകി വന്നാൽ മാത്രമേ ജെല്ലി മുട്ടായിക്ക് അതിൻ്റെ ആ ഒരു ഗമിയും ലുക്കൊക്കെ വരും. ആദ്യം കയ്യിൽ വെച്ചപ്പോൾ സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിപ്പിടിച്ച നമ്മുടെ പഞ്ചാര വെള്ളത്തിലിട്ടപ്പോൾ ഉരുണ്ട് വെള്ളത്തിൽ നിന്ന് നല്ല കട്ടക്കലിപ്പോടെ വേർപെട്ട് ഓടിപ്പോകുന്നത് കാണാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ മിസ്റ്റർ.ഫ ജെല്ലിയെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചാരയും ജെല്ലിയും കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്നായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും പുറംനാട്ടിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് നമ്മുടെ നാട്ടിലെത്തി ഈ ജെലാറ്റിനെ ഹോളി ആഘോഷം കാണിക്കാതെ തിരിച്ചയക്കുന്നത് ശരിയായ പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജെല്ലിയെ 3 പാത്രങ്ങളിലായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളറുകൾ ചേർത്ത് ചായം പൂശി എടുത്തതിന് ശേഷം ഏറ്റവും രുചി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലേവർ, ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഇത്തിരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്പോസബിൾ പാത്രത്തിനകത്തോട്ട് ഇതുപോലെ 3 പാത്രങ്ങളിലായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുമില്ലെങ്കിലും പുറം നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒട്ടും തന്നെ ആൾക്ക് പിടിച്ചിട്ടില്ല അല്ലേ. ഒന്ന് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ആളെ പഴയ ക്ലൈമറ്റിലോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് ഒക്കെ തണുപ്പ് കൊണ്ടപ്പോൾ തന്നെ ആളൊക്കെ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ഡിസ്പോസിബിൾ പാത്രത്തിൽ നിന്നും ഇതൊക്കെ വേർതിരിച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ജെല്ലി മുട്ടായി മുറിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്രയും പണിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായി മുറിച്ചെടുത്തതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പണ്ട് കാലത്ത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ജെല്ലി മുട്ടായിയുടെ ആ ഒരു പാകത്തിന് കാണുന്നതാണെങ്കിൽ കുറച്ച് പഞ്ചസാരയിൽ ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജെല്ലി മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാ കൊച്ചു കുട്ടികൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.